Hello dears, welcome back to Xylem Learning. It's me, Adarsh. മക്കളെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന കാര്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, സോ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ നോക്കുക, 1/3 × 6/7 അല്ലെ, 1/3 6/7 കൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നത്. ചെയ്യാനുള്ള പരിപാടി വളരെ സിമ്പിൾ ആണ്. ആദ്യം 1നെ 6 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ബൈ ഈ ബൈ ഉണ്ടല്ലോ, ഈ ബൈ നമ്മൾ ബൈ എന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി 3ഉം 7ഉം തമ്മിൽ ഗുണിച്ചോ, 3 × 7, അതായത് 1 × 6 6, 3 7 21, 6/21 ആൻസറായി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നോക്ക്, 2/3 × 4. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 4നെ 4/1 എന്ന് എഴുതിയിട്ട് ഇതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 4/1 എന്നൊന്നും എഴുതണ്ട. നോക്കിക്കോ, 2 × 4 ചെയ്താൽ എത്രയാ, 8 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്പർ 3, 8/3 എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. സെറ്റാണല്ലോ, സിമ്പിൾ ആണല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. 8/3 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെറ്റാണേ. അടുത്തത് 7/8 × 8/9. ഇതല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്പേഴ്സ് സെയിം അല്ലേ? 7ന്റെ താഴെയുള്ള നമ്പറും 9ന്റെ മുകളിലുള്ള നമ്പറും സെയിം അല്ലേ? അതായത് ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഇവിടെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റയടിക്ക് എഴുതാം, 7/9. 7/9 എന്ന് നിങ്ങൾക്ക് നേരെ ആൻസർ എഴുതി വെക്കാം. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം മെത്തേഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മൾ സ്ഥിരം പോകുന്ന മെത്തേഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ 7 8 56 ഡിവൈഡഡ് ബൈ 8 9 72. ഇവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 8 കൊണ്ട് ഹരിച്ചാൽ, അതായത് അംശത്തിനെയും, മുകളിലുള്ളത് അംശം, താഴെയുള്ളത് ഛേദം, അംശത്തിനെയും ഛേദത്തിനെയും 8 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉത്തരം എന്ന് പറയുന്നത് 7/9 ആയിരിക്കും. സോ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട, നേരെ ഈ 2 നമ്പറും വെട്ടിക്കളയുക, 7/9 എന്ന് ആൻസർ എഴുതി വെക്കുക. പഠിച്ചല്ലോ. ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബേസിക്സ് സെറ്റാക്കാം. അതുപോലെ ഓരോ ചാപ്റ്ററും സെറ്റാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് സൈലത്തിന്റെ കൂടെ വരിക. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.